നമസ്കാരം. നമ്മൾ ദിവസവും ചവിട്ടി നടക്കുന്ന ഈ ഒരൊറ്റ പച്ചിലയിൽ ഇത്രയും വലിയ ഔഷധ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അറിയാമോ? നമ്മൾ വീട്ടുപറമ്പിലൂടെയോ വഴിയിലൂടെയോ ഒക്കെ നടക്കുമ്പോൾ നിലത്ത് വട്ടത്തിൽ ഇലകൾ വിരിച്ച് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ചെടി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ഒരു കളച്ചെടിയാണെന്ന് കരുതി അധികമാരും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പറിച്ചെറിയുന്ന ആ ചെടിയാണ് ആനച്ചുവടി. ഒരു കളച്ചെടിയാണെന്ന് കരുതുന്ന ഈ സസ്യത്തിന് ആയുർവേദത്തിൽ ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും ആദ്യമൊന്ന് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. കയ്യദേവ നിഘണ്ടുവും ഭാവപ്രകാശ നിഘണ്ടുവും പോലുള്ള പ്രാചീന പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഗോജിഹ്വ എന്ന പേരിൽ പരാമർശിക്കുന്ന ഔഷധ സസ്യങ്ങളിലൊന്നാണ് കേരളത്തിൽ നമ്മൾ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ഈ ആനച്ചുവടി. ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ചുമ, ശ്വാസതടസ്സം, അരുചി, പ്രമേഹ വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ, രക്തവികാരങ്ങൾ, പനി, കുഷ്ഠം ഉൾപ്പെടെയുള്ള ത്വക്ക് രോഗങ്ങൾ, മൂത്രപ്പൊരിച്ചിൽ, കൂടാതെ ഹൃദയത്തിന് കുളിർമയും ആരോഗ്യവും നൽകുന്ന ഹൃദ്യഗുണം, അങ്ങനെ എത്രയോ രോഗാവസ്ഥകളിലാണ് ഇതിൻ്റെ ഔഷധ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ വൈദ്യാചാര്യന്മാർ ഈ ചെറിയ ചെടിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിയിരുന്നതും. പക്ഷേ അതിലും രസകരമായ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ആനച്ചുവടി വെറുമൊരു മരുന്ന് മാത്രമായിരുന്നില്ല. ഒരു കാലത്ത് നമ്മളുടെ നാടൻ ഭക്ഷണത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. കർക്കടക മാസത്തിൽ വീട്ടിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് ഈ ചെടി പുതിയൊരു പരിചയമായിരിക്കില്ല. പണ്ടുകാലത്ത് പല പ്രദേശങ്ങളിലും ആനച്ചുവടിയുടെ ഇലകൾ ഔഷധക്കഞ്ഞികളിൽ ചേർക്കുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ ഇല ചെറുതായി അരിഞ്ഞ് അരിമാവും കരിപ്പട്ടിയും ചേർത്ത് അടയും അരിയുണ്ടയുമൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തിരുന്നു. എന്തിനേറെ പറയുന്നു, ചില സ്ഥലങ്ങളിൽ മുട്ടയിൽ ഈ ഇല ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പതിവ് ഇന്നും കാണാം. ചുരുക്കത്തിൽ ഭക്ഷണത്തിലൂടെ തന്നെ ഔഷധം ശരീരത്തിലെത്തിക്കുന്ന മനോഹരമായ ഒരു ജീവിത രീതിയായിരുന്നു നമ്മളുടെ പൂർവികരുടേത്. ഇനി കേരളത്തിലെ പാരമ്പര്യ നാട്ടുചികിത്സയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഔഷധ പ്രയോഗത്തെക്കുറിച്ച് പറയാം. അതാണ് മൂലക്കുരുവിന് ആനച്ചുവടി ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ആനച്ചുവടി സമൂലം കഴുകി വൃത്തിയാക്കി ഇടിച്ചു പിഴിഞ്ഞ നീര് താറാവിൻ മുട്ടയിൽ ചേർത്ത് എള്ളെണ്ണയിൽ ഓംലെറ്റ് പോലെ തയ്യാറാക്കി കഴിക്കുന്ന പതിവുണ്ട്. ചില വൈദ്യന്മാർ രക്താർശസിൽ ആനച്ചുവടിയുടെ ഇലയോ സമൂലമോ തവിട് കളയാത്ത അരിയും കരിപ്പട്ടിയും ചേർത്ത് തയ്യാറാക്കുന്ന പലഹാരങ്ങളും ഉപയോഗിച്ചു വരുന്നു. മറ്റു ചിലയിടങ്ങളിൽ ഇത് സമൂലം തിളപ്പിച്ച് കഷായമാക്കി കുടിക്കുന്ന രീതിയും കാണാം. മലദ്വാരത്തിലെ പുകച്ചിൽ, അസ്വസ്ഥത, വീക്കം എന്നിവയൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പാരമ്പര്യ അനുഭവം. ഇതുകൂടാതെ ആനച്ചുവടിയുടെ നീര് എള്ളെണ്ണയിൽ ചേർത്ത് പുറമേ പുരട്ടുന്ന രീതികളും നാട്ടുചികിത്സയിൽ പ്രചാരത്തിലുണ്ട്. ഇവയെല്ലാം നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ തലമുറകളുടെ അനുഭവത്തിലൂടെ കൈമാറി വന്ന പാരമ്പര്യ പ്രയോഗങ്ങളാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച ആനച്ചുവടിയുടെ ഔഷധ ഗുണങ്ങളെയും പാരമ്പര്യ ഉപയോഗങ്ങളെയും കുറിച്ച് കൂടുതൽ വിശദമായ ഒരു ലേഖനം ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ആയുർവേദ ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ, ഓരോ ശ്ലോകത്തിൻ്റെയും ലളിതമായ വ്യാഖ്യാനം, ആനച്ചുവടിയിലെ രാസഘടകങ്ങളും ആധുനിക ശാസ്ത്രീയ പഠനങ്ങളും, പാരമ്പര്യ ഔഷധ പ്രയോഗങ്ങൾ, ആനച്ചുവടി പ്രധാന ചേരുവയായി വരുന്ന ആയുർവേദ മരുന്നുകൾ, കൂടാതെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ തുടങ്ങി എല്ലാ വിവരങ്ങളും വളരെ വിശദമായി തന്നെ ചേർത്തിട്ടുണ്ട്. ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ ആദ്യത്തെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ ലിങ്ക് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം.